സാറേ നീ എന്റെ അമ്മയും കൂടെ മരിക്കാവുള്ളൂ സാറേ. നിങ്ങളെല്ലാരും കൂടെയാണ് കൊന്നത്. എന്റെ അച്ഛനെ അമ്മയും നിങ്ങളെല്ലാരും കൊന്നത്. നിങ്ങളെല്ലാരും കൊന്നത്. എനിക്ക് അമ്മയില്ലായിരുന്നു. ചേച്ചിയാണ് എന്റെ ഈ വസന്തൻ ശ്രീ പറഞ്ഞു, സാറേ ഇത് പറ്റിയ അവസരമാണെന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും നെയ്യാറ്റിൻകരയിലെ സംഭവം ഒരിക്കലും മറക്കാനാകില്ല. 2 വിലപ്പെട്ട ജീവനുകൾ, ഒരു കുടുംബത്തെ തന്നെ അനാഥമാക്കി 2 പേർക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് കേരളം കണ്ടതാണ്. നിങ്ങൾക്കറിയാം, മലയാളി വാർത്ത ഇന്നലെ ഈ സമയം നിങ്ങളിലേക്ക് എത്തിച്ച ആ സംഭവങ്ങൾ, 2 പേരുടെ ദാരുണമായ അന്ത്യം, അത് കേരളത്തെ ഒരുപാട് ചിന്തിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കാലങ്ങളോളം ഈ വേദന നിങ്ങളെ വിടാതെ പിന്തുടരും. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എപ്പോഴും സജീവ ചർച്ചയാക്കുന്ന വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ തന്നെ വേണം താനും. പക്ഷേ കേരളം ഇന്നലെ കണ്ട ഈ ദയനീയമായ സാഹചര്യം, അതികഠിനമായ ഒരു അനുഭവം, അത് വേണ്ട രീതിയിലാണോ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്തത് എന്ന ചോദ്യം സജീവ ചർച്ചയായി ഇന്നലെ സമൂഹ മാധ്യമങ്ങളടക്കം. മലയാളി വാർത്തയുടെ വാർത്താ സംഘം ഇന്നലെ സമൂഹ മനസാക്ഷിയുടെ മുന്നിലേക്ക് എത്തിച്ച ആ വിവരങ്ങൾ ഇന്ന് അത് പല മാനങ്ങളിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ആ വിഷയത്തിന് ഒരു വലിയ തുടർച്ച വേണം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നെയ്യാറ്റിൻകര നെല്ലിമൂട് രാജന്റെയും അമ്പിളിയുടെയും ദാരുണമായ അന്ത്യം. അവർ അനാഥമാക്കിയ ആ ഒരു കുടുംബം, ആ 2 കുഞ്ഞുങ്ങളുടെ നീറുന്ന സാഹചര്യം. മലയാളി വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ അതിദയനീയമാണ്. ഒരു കൂര, ഒരു വീടെന്ന് പോലും തോന്നിപ്പിക്കാത്ത ഒരു സാഹചര്യം, വളരെ പരിമിതമായ സാഹചര്യത്തിൽ ആ അച്ഛനും അമ്മയും 2 മക്കളും അവിടെ കഴിയുന്നു. ഏറ്റവും ഒടുവിൽ തർക്കഭൂമി ഒഴിപ്പിക്കുന്നതിനിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ദമ്പതികൾ തീപ്പൊള്ളലേറ്റ് മരിച്ചു. ആ സംഭവം മലയാളി വാർത്ത നിർണായകമായ ആ വിവരങ്ങൾ നിങ്ങളിലേക്ക് തത്സമയം എത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുശേഷം നിർണായക വെളിപ്പെടുത്തലുമായി കുടുംബം വന്നതോടെ, ഇപ്പോൾ ഒരു സമൂഹമാകെ ഉണർന്നു വന്നതോടെ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ നെല്ലിമൂടിലെ ആ വീട്ടിലേക്ക് ആശ്വാസത്തിന്റെ വാക്കുകളുമായി വന്നതോടെ കുടുംബം കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. രാജന്റെ മാതാവും സഹോദരിയും മക്കളും അടങ്ങുന്ന കുടുംബം പലതും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തുന്നത്. എന്തിനധികം കേരളത്തിന്റെ സാമൂഹ്യ മേഖല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ അവിടേക്ക് ഒഴുകിയെത്തുന്നു. ആ കാഴ്ചയാണ് മലയാളി വാർത്ത കണ്ടത്. മാത്രമല്ല, അവർ പങ്കുവച്ചത് അനുഭവങ്ങൾ എന്താണ്? ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ആശങ്കയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. കുടിയൊഴിപ്പിക്കലിന്റെ ആശങ്കയുമായി ഒരുപാട് കുടുംബങ്ങൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്. എന്തിനധികം സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കേണ്ട ഈ സമയത്ത് ഭരണകൂടം അത് നീതിപൂർവം നിർവഹിച്ചോ എന്നൊരു ചോദ്യം കൂടിയാണ് സാമൂഹ്യ പ്രവർത്തകർ തൊടുത്തുവിടുന്നത്. തീർച്ചയായും ആ കുടുംബത്തെ ഏറ്റെടുക്കുന്നു. കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ കരുത്തായി കൂടെ ഉണ്ടാകുമെന്ന് സർക്കാർ പറയുന്നു. കൂടുതൽ അന്വേഷണത്തിന് ഈ വിഷയത്തിൽ പോലീസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് കൂടുതൽ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് DGPയും വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുമൊക്കെ അപ്പുറം ഒരു നീതി ആ കുഞ്ഞുങ്ങൾ അർഹിക്കുന്നില്ലേ? ഇതുപോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ അർഹിക്കുന്നില്ലേ? പല നിർണായകമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നു. പിന്നീട് അത് ഫോളോ അപ്പുകളില്ലാതെ അവിടെ അവസാനിക്കുന്നു. പെരുമ്പാവൂരിലെ ജിഷ കൊലപാതകമായാലും അന്ന് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തു. പുറമ്പോക്ക് ഭൂമി, വീടുകളിൽ അനാഥമായി പോകുന്ന ജീവിതങ്ങൾ, ഒറ്റപ്പെട്ട മുറികൾക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്നവർ, അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് ചർച്ചയായി. പക്ഷേ പിന്നീട് ഓരോന്നും എവിടെ എത്തി നിൽക്കുന്നു? ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അതിനുമപ്പുറം ഈ വിഷയങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഇവിടെ ഓരോ നേതാക്കന്മാരും അവിടെ എത്തിയ, കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തിയ ഓരോ നേതാക്കന്മാരും പങ്കുവച്ച അനുഭവം ഒന്ന് മാത്രം ചികഞ്ഞാൽ മതി ആ കുടുംബത്തിന്റെ ദാരുണമായ അവസ്ഥ അറിയാൻ. ഏതായാലും രാജൻ ഒരു ഒറ്റയാൾ പോരാളിയല്ല.
ഒരു സമൂഹത്തിന്റെ ആകെ പോരാട്ടം ഏറ്റെടുത്തൊരു വ്യക്തിയാണെന്ന് ഒരുപക്ഷെ നാളെ ചരിത്രം പറഞ്ഞേക്കാം. അവിടെ കൂടിയിരിക്കുന്ന രാജന്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാൻ പറ്റാതെ പാടുപെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്ന വാക്കതാണ്: രാജനാണ് യഥാർത്ഥ രക്തസാക്ഷി. രാജനും രാജന്റെ ഭാര്യ അമ്പിളിയുമാണ് യഥാർത്ഥ രക്തസാക്ഷി. പലപ്പോഴും ഇതുപോലെ ഒറ്റപ്പെട്ട കോണിൽ ആയി പോകുന്നവരുടെ ഒരു പ്രതീകമായി, അവർക്ക് ജീവിക്കാനുള്ള ശക്തിയായി ഒരുപക്ഷെ നാളെ രാജനും അമ്പിളിയും ഉണ്ടാകും. പ്രതികരണശേഷിയില്ലാതെ ഈ സമൂഹത്തിൽ നിന്ന് പോയി എന്ന് ഒരിക്കലും അവരെ വിധിയെഴുത്തില്ല. അവർ പ്രതികരിച്ചു, ശക്തമായ ഭാഷയിൽ തന്നെ. പക്ഷേ ജീവൻ കൊണ്ടുള്ള ഒരു നിലപാടായിപ്പോയി. അത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് അവർ പോകില്ലായിരുന്നു ഒരുപക്ഷെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ. പക്ഷെ അവിടെയും കുറച്ചുപേരെ സഹായിക്കാൻ, കുറച്ചുപേർക്ക് മറപിടിക്കാൻ ആഭ്യന്തര വകുപ്പിലെ ചിലരടക്കം ശ്രമിച്ചു. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ പോലീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. പോലീസ് ശ്രമിച്ചു എന്ന് നാട്ടുകാർ തന്നെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ഇന്ന് കേരളം കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ നേതാക്കന്മാർ ഒഴുകുന്നു ആ വീട്ടിലേക്ക്. അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു, അവർക്ക് വേണ്ട പിന്തുണ പറയുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നു. ഒരുപക്ഷെ ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ സാഹചര്യം തന്നെ മാറി മറിഞ്ഞേനെ. ആ 2 കുഞ്ഞുങ്ങൾ അനാഥരാകില്ലായിരുന്നു. ഇനി ഒരിക്കലും ഒരു കുടുംബത്തിനും കേരളത്തിൽ ഇത് സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ദൃഢ പ്രതിജ്ഞയുമായി തന്നെയാണ് സാമൂഹ്യ മേഖലയിലുള്ള നിരവധി പേർ, സാമൂഹ്യ രംഗത്ത് അടുത്ത് പ്രവർത്തിക്കുന്നവർ പലരും ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തി ആ കുടുംബത്തിന് കൈത്താങ്ങായി നിലകൊള്ളുന്നത്. ഏതായാലും അത്തരത്തിൽ പോലീസ് ഒരു കുടുംബത്തെ സഹായിക്കാതെ മറ്റു ചിലരുടെ സ്വാധീനത്തിന് വഴങ്ങിയോ എന്നൊരു ചോദ്യം അവിടെ ഉയർത്തുകയാണ് അവിടെ കൂടിയിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ. മുൻപും ഇത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരല്പം സാവകാശം ആ കുടുംബത്തിന് കിട്ടിയിരുന്നെങ്കിൽ ആ 2 വിലപ്പെട്ട ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. വേദനയാണ് രാഹുലിന്റെയും രഞ്ജിത്തിന്റെയും കാര്യത്തിൽ. പക്ഷേ നാളെ അഭിമാനത്തോടെ രാഹുലിനും രഞ്ജിത്തിനും പറയാം, ആ ധീര രക്തസാക്ഷികൾ, പ്രത്യേകിച്ചും കുടിയിറക്കപ്പെട്ടവരുടെ വേദനയ്ക്ക് വേണ്ടി ആദ്യമായി നിലകൊണ്ടവരല്ല രാജനും അമ്പിളിയും. എങ്കിൽ പോലും കുടിയിറപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ കുടിയിറക്കപ്പെടുന്നവന്റെ വേദന, അതിനുള്ള ഉത്തരമായി ജ്വലിക്കുന്ന ദീപമായി തങ്ങളുടെ മാതാപിതാക്കളും ഉണ്ടാകുമെന്ന് രാഹുലിനും രഞ്ജിത്തിനും നാളെ അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് തലയെടുപ്പോടെ പറയാം. ഇനി വേണ്ടത് വാക്കുകൾ പാലിക്കുക എന്നുള്ളതാണ്. ഇത്രയും നിർണായകമായൊരു സംഭവം നടന്നിട്ടും ഭരണകൂടത്തിൽ നിന്നും ഉന്നത രാഷ്ട്രീയ നേതാക്കൾ സ്ഥലം MLA എത്തി. പക്ഷേ സ്ഥലം MLA എത്തിയത് കൊണ്ട് മാത്രം കാര്യമായോ എന്ന് ചോദിച്ചുകൊണ്ട് മുൻ MLA അടക്കം രംഗത്ത് വന്നിരുന്നു. മുൻ MLA സെൽവരാജിന്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. സാമൂഹ്യ പ്രവർത്തകനായ ഷാജിർ ഖാൻ പറഞ്ഞതും നമ്മൾ കണ്ടതാണ്. സാമൂഹ്യ പ്രവർത്തകയായ ശ്രീജ നെയ്യാറ്റിങ്കര പറഞ്ഞതും കണ്ടതാണ്. അങ്ങനെ നിരവധി പേർ ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാട് മാത്രം പോരാ, വാക്കുകളിലും പ്രഖ്യാപനങ്ങളിലും ഒതുങ്ങേണ്ടതല്ല എന്നവർ പറയാൻ കാരണം, മുൻപ് നെയ്യാറ്റിങ്കരയിൽ സനൽ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ വാഗ്ദാനങ്ങൾ അതെവിടെ പോയി എന്നുള്ള ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു കുടുംബത്തിന്റെ കാര്യത്തിലും നിർണായകമായ നിലപാടുകൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. വാക്കുകളും വാഗ്ദാനങ്ങളും അല്ല വേണ്ടത്, കൃത്യമായി അത് നടപ്പാക്കുക എന്നുള്ളതാണ്. ഈ 4 സെന്റിനുള്ളിൽ ആ 2 കുട്ടികളുടെ ജീവിതമെങ്കിലും സുരക്ഷിതമാക്കിയില്ലെങ്കിൽ കൂടുതൽ ആശങ്കകൾ തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ പങ്കുവെക്കുന്നത്. ഈ രാജനെയും അമ്പിളിയെയും ഒരു പക്ഷേ ദാരുണമായ അന്ത്യത്തിലേക്ക് തള്ളിവിട്ടവർ നാളെ ഈ കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളി വാർത്താ സംഘം ഇന്ന് അവിടെ എത്തുമ്പോൾ ആ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണ്ടു, ചുറ്റുമുള്ള ജനങ്ങളുടെ പ്രതികരണം കണ്ടു, രക്ഷിതാക്കളുടെ ബന്ധുക്കളുടെ ആശങ്ക കണ്ടു. അവർ പറയുന്നുണ്ട്, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയെങ്കിലും രക്ഷിക്കണം. ആ 4 സെന്റ് ഭൂമിയിൽ അവർക്ക് ജീവിക്കാനായി ഒരു വീടുണ്ടാകണം, ആ വീടിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാകണം. അതുതന്നെയാണ് ഇന്ന് അവിടെ കൂടിയ ജനങ്ങളൊന്നാകെ പങ്കുവച്ച പ്രതീക്ഷയും. ഏതായാലും രാജ്യത്ത് നിർണായകമായ സംഭവങ്ങൾ നടക്കുമ്പോൾ, രാജ്യത്തിന്റെ പല കോണുകളിൽ സമാനമായ സംഭവങ്ങൾ നടക്കുമ്പോൾ സവർണ ഫാസിസ്റ്റ് ഭീകരതയെന്നും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയെന്നും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന കേരളത്തിൽ, പ്രബുദ്ധമായ രാഷ്ട്രീയ പാർട്ടികളുടെ വിളനിലമായ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ചിലരെങ്കിലും ഈ വിഷയത്തോട് സ്വീകരിച്ചൊരു മൗനമുണ്ട്. അതിന് നാളെ കാലത്തിനു മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഭൂസമരവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന പോരാളികൾ തന്നെ അല്ലെങ്കിൽ ചില സഖാക്കന്മാർ തന്നെ ഇത്തരത്തിൽ മാറി നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. അല്ലെങ്കിൽ ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന തലമുറ, ഇവിടെ പുതിയ യുവരക്തം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നു. കൂടുതൽ അധികാര കസേരകളിലേക്ക്, സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്കൊക്കെ നാളെ ഉയർന്നു വരാവുന്ന ഒരുപാട് പേരെ സ്വപ്നം കാണാൻ, അല്ലെങ്കിൽ കൂടുതൽ പേരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന സമയത്ത് ഇവിടെയും വളർന്നു വരുന്ന 2 കുഞ്ഞുങ്ങളാണ്. ആ 2 കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ച് ആര് ഉറപ്പ് നൽകും? ഇപ്പോൾ നൽകിയ ഉറപ്പുകൾ കൃത്യമായി പാലിക്കപ്പെടണം. അതോടൊപ്പം തന്നെ അവരെ നേരിട്ടെത്തി ആശ്വസിപ്പിക്കാനുള്ള ഒരു ധാർമ്മികത കൂടി സംസ്ഥാന ഭരണകൂടത്തിന്റെ ഉന്നതർ കാണിക്കേണ്ടതല്ലേ?
മറ്റു പല സംഭവങ്ങൾ വരുമ്പോൾ അവിടെ ഓടിയെത്തുകയും ആശ്വസിപ്പിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്നവർ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ഇതും കുഞ്ഞുങ്ങൾ തന്നെയാണ്, ഇവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായതുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും കൃത്യമായൊരു നിലപാടെടുക്കാനുള്ള ആർജവം കാണിക്കണമെന്ന് തന്നെയാണ് കേരള സമൂഹം ഇപ്പോൾ പറയുന്നത്. അത് ചില മന്ത്രിമന്ദിരങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അധികാരത്തിന്റെ ഇടനാഴികളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അല്ലെങ്കിൽ VIP-കൾക്ക് മാത്രം ഒതുങ്ങേണ്ടതല്ല ഇത്തരത്തിലുള്ള ആശ്വാസ വാക്കുകൾ. അവരെയും ഈ കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കണം. വീട് പോലും ഇല്ലാതെ ദുരിതക്കയത്തിൽ അന്നുള്ള അന്നത്തിന് കഷ്ടപ്പെടുന്ന ആ കുടുംബത്തിലെ ഓരോരുത്തരെയും കണ്ട് ആശ്വസിപ്പിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത കേരളത്തിലെ ഭരണാധികാരികൾക്കുണ്ട്. അത് ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.